എല്ലാവർക്കും സ്വാഗതം. അപ്പം മധുരക്കിഴങ്ങ് കൊണ്ട് ചെറിയൊരു കട്ട്ലറ്റ് പോലെ ആക്കിയെടുക്കാനാണ്. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ എണ്ണയിൽ മുക്കിയാണ് എടുക്കല്. പക്ഷേ അത് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണയിൽ മുക്കാതെ നമുക്ക് വേറൊരു തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ചെറിയ പീസുകളാക്കിയെടുത്ത് ചെറിയൊന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ അധികം വേകാൻ പാടില്ല. ചെറിയ ചൂട് തട്ടേ വേണ്ടു. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഈ മുറിച്ച് വെച്ച പീസുകളൊക്കെ ഇട്ട് ഒരു അല്പം ഉപ്പും കൂടിയിട്ട് അതൊന്ന് ചൂട് പൊളിക്കാൻ വെച്ചിട്ടില്ലത്. കുക്കറിലാകുമ്പം ചെറിയൊരു ചൂടുകളൊന്നും തന്നെ നമുക്ക് പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പോൾ അതിനേക്ക് വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടിച്ചതാണ്, വേറൊന്നുമല്ല, ബ്രെഡ് പൊടിച്ച പൊടികളാണിത്. അപ്പോൾ ഇത് കുറച്ചേ വേണ്ടു, നമുക്ക് കട്ട്ലറ്റൊക്കെ ഇങ്ങനെ മുട്ടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി 2 മുട്ടയും അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ നന്നായി അടിച്ചതാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്നൊരു ഫ്രൈ ആക്കി എടുക്കണം, ഇതിൻ്റെ മസാലക്കൂട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ഉപ്പ് ചേർത്തിട്ട് നല്ല വഴറ്റിയെടുത്ത് അതിലേക്ക് ഒരു കഷ്ണം പച്ചമുളകാണ് ഞാൻ ഇട്ടത്. കാരണം ഇത് ഇഞ്ചിയും പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കിയിട്ടാണ് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കഷ്ണം ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് പേസ്റ്റ് ആക്കി വെച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അതും കൂടി ഇതിലിട്ടേക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം മൂത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തത്. അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എരിവ് എടുക്കാം കേട്ടോ. ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല വെന്ത് വരണം. അപ്പം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അതിലല്പം മല്ലിച്ചപ്പും കൂടി കറിവേപ്പിലും കൂടി അതിലേക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷം മാറ്റി വെക്കാം. അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് കുറച്ച് ഉടച്ചെടുക്കാം. പിന്നെ നമുക്ക് മസാലയ്ക്ക് ശേഷം മാത്രം നല്ല നന്നൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നല്ലോണം വെന്തിട്ടൊന്നുമില്ല, കുറച്ച് ചെറിയൊരു വേവയായിട്ട്, അതുകൊണ്ട് തന്നെ നല്ല പൊടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്കി വെച്ച മസാലക്കൂട്ടും കൂടി അതിലിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല ചെരുവായിരിക്കണം. എന്നൊക്കെ വെച്ചാൽ നമ്മളെ കിഴങ്ങ് കാണാൻ പാടില്ല, അത്രയും നല്ല ഇതായിട്ട് നന്നായി മിക്സാക്കി. കട്ട പോലെ വന്നിട്ടുണ്ടാകുമ്പോൾ ഉടച്ചെടുക്കണം കേട്ടോ. കട്ടയിൽ നമ്മൾ നല്ല നീണ്ടിയാക്കാൻ പറ്റിയ പാകത്തിലായിരിക്കണം മിക്സാക്കേണ്ടത്. അതൊന്ന് ഉരുട്ടിയെടുത്ത് നല്ലോണം ഉരുട്ടിയെടുത്ത് അതൊന്ന് അല്പം പരത്തി അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് അതേപോലെ പരത്തി വെക്കാം കേട്ടോ. നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് മാറ്റി വെച്ച് ഇനി നമുക്ക് ബ്രെഡിൻ്റെ പൊടിയും മുട്ട അടിച്ചതും കൂടി എടുത്ത് അതിലേക്ക് മുട്ടയിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിയും കൂടി മുക്കിയിട്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. എണ്ണ ഇഷ്ടപ്പെടാത്ത, അതുപോലെ മധുരവും എരിവുമുള്ള നല്ലൊരു പലഹാരമാണ്. വൈകുന്നേരം 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, നമ്മളധികം വെളിച്ചെണ്ണ എടുക്കേണ്ട, അല്പം ഇത് തൊടാൻ മാത്രം ഉള്ള വെളിച്ചെണ്ണ എടുത്ത് നല്ലോണം ചൂടാക്കും. നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ അതിൽ നിരത്തി വെക്കാം. അപ്പോൾ അതിൽ എണ്ണ കുടിക്കില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ല സാധനം കേട്ടോ, നല്ല രസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള നല്ലൊരു പലഹാരമാണിത്. അപ്പം നമ്മൾ മധുരക്കിഴങ്ങെന്ന് പറയുന്ന നിസ്സാര സാധനമല്ല, അത് വെറുങ്ങനെ കൊഴിഞ്ഞ് തന്നുമ്പോൾ പെട്ടെന്ന് മടുപ്പ് വരും. പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ നമ്മളെ കിഴങ്ങ് കട്ട്ലറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചായയും കൂട്ടി നല്ല വൈകുന്നേരത്തേക്കുള്ള നല്ലൊരു ചായ കടി. ഓക്കെ.